വെൽക്കം ബാക്ക്. ഇതൊരു ചെറിയൊരു ഔട്ടിംഗ് വ്ളോഗാട്ടോ. രാവിലെ 5:15 എണീറ്റിട്ടാണ് ഞങ്ങൾ 5:30 ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവണത്. അതുകൊണ്ട് തന്നെ നേരെ ഉണ്ടായിട്ടില്ല ഒന്നിനും. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഇൻട്രോ വീഡിയോ ഒന്നും ഈ വീഡിയോയ്ക്ക് കാണില്ല. അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ. ഗൈസ്, ഞങ്ങൾ ഒളിച്ചോടാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ നാട് വിടാണ്. അങ്ങനെ ഞങ്ങൾ കുഴേൻ്റെ റെയിൽവേ സ്റ്റേഷനെത്തി. ഞങ്ങളിതാ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കോഴിക്കോട് എത്തി. ബസ്സിന് പോകണോ ഓട്ടോയ്ക്ക് പോകണോ എന്നുള്ള ഞങ്ങൾ ഫസ്റ്റ് തന്നെ എവിടെ പോകണം? ബീച്ചിക്ക്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ കോഴിക്കോട് ബീച്ചിലെത്തി. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കോഴിക്കോട് ബീച്ചാണ്. ആകെ 2 സ്ഥലത്തേ പോകണുള്ളൂ, വേറെ കാര്യം. അങ്ങനെ ബാക്കിൽ കണ്ട സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിൽ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെതാ ഹനിയുണ്ട്. ഏതൊരു വൈബാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. എന്തോ വികൃത മീൻസ് എന്താണ് അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഞാനൊന്നും പ്രത്യേകിച്ച് ഇനി പറയുന്നില്ല. ഒരുപാട് പറയണ്ടേ ഞാൻ, അതുകൊണ്ട് ഇനിയൊന്നും പറയണില്ല. ആൾക്കാരൊക്കെ ഇതൊക്കെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങളിതാ കോഴിക്കോട് എത്തി. ഞങ്ങളൊരു സംഭവം തന്നെയാണ്. കാരണം രാവിലെ 5:30 എണീറ്റ് പോകുന്നതാണ്. 5:30 ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. 5:30 5:40 ആയിട്ടുണ്ടായിരുന്നല്ലേ. 5:40 ആയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. 6:10 ട്രെയിന് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ 6:10 എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എന്നിട്ട് 6:20 ആവാറായിട്ടുണ്ടായിരുന്നു ട്രെയിൻ വന്നപ്പോൾ. അങ്ങനെ ട്രെയിൻ കയറി കോഴിക്കോട് എത്തി. ബീച്ചിലെത്തി. പുലർച്ചെ ബീച്ചാണ്, നല്ല രസമുണ്ട്. സത്യത്തിൽ ഞങ്ങളിന്ന് കോഴിക്കോട് വരാനുള്ള മെയിൻ കാരണം അതുല്യേനെ കടൽ കാണിക്കാനാണ്. കാരണം ഞാനും ഹനീനയും കൂടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു വട്ടം ബീച്ചിക്ക് വന്നിട്ടുണ്ട്. ബീച്ചിക്ക് വന്നിട്ടുണ്ട്. ബീച്ചിക്കല്ല, കോഴിക്കോട് വന്നിട്ടുണ്ട്. കുറേ അവിടെ ഇവിടെയൊക്കെ തെണ്ടിയിട്ടുണ്ട്. പക്ഷെ അതുല്യ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുല്യക്ക് അന്നൊരു ഓപ്പറേഷനായിട്ട് ഉണ്ടായിരുന്നില്ല. മറന്നു. അപ്പം ഞങ്ങളിപ്പോൾ അതുല്യനെ കൂട്ടിയിട്ട്. അതുല്യ ഹാപ്പി അല്ലേ? ഹനീന ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. അങ്ങനെ കടലെ അടിക്കാൻ കുട്ടീനെ കടലെ അടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കടലൊക്കെ കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. കടലാണ് കണ്ണു തുറന്ന് കാണണ്ടേ. ഞങ്ങൾക്ക് ഈ ട്രിപ്പല്ല, ഇങ്ങനെ ഈ പുറത്ത് വന്നൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾ എന്നൊക്കെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ ഇന്ന ദിവസം പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയില്ല, ഒരു ഉച്ചയ്ക്കായിട്ടിരുന്ന് ഞങ്ങളിത് പ്ലാൻ ചെയ്തത്. നാളെ കോഴിക്കോട് പോവാ, രാവിലെ എണീറ്റ് പോവാ. അങ്ങനെ പിന്നെ ഒന്നുമില്ല, പ്ലാനിങ് ഒന്നുമില്ല. ജസ്റ്റ് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് രാവിലെ എണീറ്റ് പോകുന്നു. അങ്ങനത്തെ ട്രിപ്പേ നടക്കുള്ളൂ. അല്ലാതെ കുറേ ഇരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കില്ല എന്നുള്ളത് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ട്രിപ്പ് പോകണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പ്ലാനൊന്നും ചെയ്യണ്ട, ബാഗ് എടുക്കാൻ പോവാം. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോരുമ്പോൾ. ഞങ്ങൾ പഴംപൊരിയും ഇവരൊക്കെ ചായയും മേടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചായ കുടിക്കില്ല, പക്ഷേ വെള്ളമുണ്ട് ബാഗിൽ. അപ്പോൾ പഴംപൊരി ചായ. ഞങ്ങളിതാ ആ കാണുന്ന അവിടെ ബാഗ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമില്ല ഇവിടേക്ക് ഇറങ്ങാൻ. പക്ഷെ എന്നാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. കാരണം ഫോണല്ലേ. നമ്മളെന്താ എത്ര കടലുള്ളിൽ പോയാ കണ്ണാണല്ലോ. ഞങ്ങളിവിടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടാണ്. ഹനീനയും അതുല്യയുടെയും സേവ് ദ ഡേറ്റ് എടുത്തു കൊടുക്കുകയാണ് ഞങ്ങൾ. അതിനുള്ള പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് ക്യാമറമാൻ. ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിന് എല്ലാവരെയും വിളിക്കാം. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുട്ടിച്ചിറ ബിരിയാണി സെൻ്ററിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. ഞങ്ങൾ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. ബിരിയാണി കിട്ടിയിട്ട് ബാക്കി വീഡിയോ എടുക്കാറുണ്ട്. സെലിബ്രിറ്റി എന്നൊരു മനസ്സിലായി. അതുകൊണ്ട് പ്ലേറ്റിൽ മാത്രം അവരുടെ പേര് ഇട്ടിട്ടുള്ളൂ, പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. സെലിബ്രിറ്റി ഇരിക്കണം. സ്ട്രീറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ. ഡ്രസ്സ് എന്തെങ്കിലും കിട്ടാൻ സ്ട്രൈക്ക് ഇത് അനിയനതാ പറിച്ചെടുക്കാൻ നോക്കണം.
എനിക്ക് ഈ ഡ്രസ്സ് സ്ട്രൈക്ക് ചെയ്ത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഞാട്ട് പുറത്ത് നടക്കാത്തത് കൊണ്ട് പൈസ ഇല്ല. അതെ, പിന്നെ പൈസ ഇല്ലാത്തത് കൊണ്ടും ഇതും സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ ഇതും എനിക്ക് അത്ര ഇതില്ല. അതിലേക്ക് ഈ ബ്ലൂ മാച്ച് ആവും. അടുത്തതില്ല, ഒന്നും നോക്കണ്ട. ഞാൻ ഈ പാൻറ് എടുത്തു. അനീന 2 പാൻറ് എടുത്തു. അവിടെ കാണിച്ചു കൊടുത്തു. അനീന ഒരു ബ്ലൂ എടുത്തു, ഒരു വൈറ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ SM സ്ട്രീറ്റിൽ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണിച്ച്. അനീന ഷോപ്പ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കും. ഒരു കവറുണ്ട്. അതുല്യടത് ബാഗിൻ്റെ ഉള്ളിലിട്ട്. ഇനിയൊന്നുമില്ല, ഇങ്ങനെ നടക്കന്നെ. അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. SM റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ചേ നടക്കാവുള്ളൂ. നാളെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കായിരിക്കും. ഒടുക്കത്തെ തിരക്കാണെന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട്